കേരള സ്റ്റോറി പോലുള്ള സിനിമകളിലൂടെ സംസ്ഥാനത്തെ താറടിച്ചു കാണിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ നമുക്കിതൊന്ന് കാണാം. മലയാളിയാണോ? മലയാളിയിലല്ലോ, പിന്നെ മലയാളം ഇങ്ങനെ അറിയാം? കേരള ഇങ്ങനെ വന്നോ? പറയട്ടെ. ഓരോ പ്രാവശ്യം നിങ്ങൾ വന്നാലേ ഏക് ബാർ തും ലോഗ് കേരളത്തിൽ വന്നാലേ നിങ്ങൾ മനസ്സിലാവും കേരള എത്ര നല്ലതാ. പിന്നെ നിങ്ങൾ ഇവിടെ തന്നെ വീടുണ്ടാക്കും കേരളത്തെ, പിന്നെ പോവില്ല വേറെ സ്ഥലത്തെ. Why I said the Kerala is best, there are two main reasons: the education and the humanity. They are humans. The Keralites, the Malayalis, have came above these terms. They are celebrating everybody's festival. They are celebrating Christmas, Onam, Puram, Eid, Mawlid. Everybody is living in the peace. And I have given a new name to Kerala: the liver of India. മോശ പറഞ്ഞിട്ട് മോശം ആവില്ല കേട്ടോ, ഇത് ഓർമ്മക്കണം. എല്ലാ ഇന്ത്യ ആൾക്കാരെ അറിയും കേരള അടിപൊളി ഒരു സംസ്ഥാനം. കാശ്മീരിൽ നിന്ന് കേരളത്തിൽ പഠിക്കാനെത്തിയ വിദ്യാർത്ഥി പറയുന്നത് കേരളം ഇന്ത്യയുടെ കരളാണെന്നാണ്. അങ്ങനെ വിശേഷിപ്പിക്കാൻ ഒത്തിരി കാരണങ്ങളും ആബിദ് ഹുസൈൻ എന്ന വിദ്യാർത്ഥിക്കുണ്ട്. വാ പറയാം. ഹായ്, എൻ്റെ പേര് ആബിദ് ഹുസൈനാണ്. ഞാൻ ഒരു കശ്മീരിയാണ്. അപ്പോൾ കഥ പറയാം. +2 കഴിഞ്ഞിട്ട് എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടി. ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് സ്കോളർഷിപ്പ് ഞാൻ എൻ്റെ പാരൻസിനോട് പറഞ്ഞു സ്കോളർഷിപ്പ് കിട്ടി. അപ്പോൾ സന്തോഷമായി. എവിടെയാ? കേരളത്തിലാണ്. ആർ യു ഷുവർ? It's in Kerala. No. അവർക്ക് ഭാഷ, ഭക്ഷണം, കൾച്ചറോ ഒക്കെ ഡിഫറെൻ്റ് ആണ്. എനിക്ക് പറ്റില്ലടാ, എവിടെ തന്നെ ഞാൻ കുറേ ഇൻസിസ്റ്റ് ചെയ്തു. അപ്പോൾ ഉപ്പ ഫൈനലി പറഞ്ഞു ശരി പോയിക്കോ. ഇവിടെ വന്നപ്പോൾ what was the toughest part? That was the language of Kerala. Language was when I was in class first time, I was like, എന്താണിത്? ഒന്നും തേങ്ങ മനസ്സിലാവണില്ല. I was like a potton sting over there. ചുമ്മാ ഒന്നും മനസ്സിലാവുന്നില്ല. ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു എനിക്ക് മലയാളം പഠിക്കണം, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ലടാ. So from that day my friends, they taught me Malayalam from basic to what I am doing right now, and the teachers who supported me throughout the time, and they treated me like their own son. That's the love I was talking about in the first video. Not only that, when I went outside, when I saw the people, ആരും മുസ്ലിം, ആരും ക്രിസ്ത്യൻ, ആരും ഹിന്ദി, ഞാൻ കണ്ടില്ല. They are seeing everybody with the glasses of humanity, and that's what I love most about the Kerala. I will tell you a story. When the Pahalgam attack happened this year, in North India കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറേ കശ്മീരി സ്റ്റുഡൻസിനെ അടി കിട്ടി, ഇഞ്ചേർഡായി. എൻ്റെ പാരൻസിന് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ എനിക്ക് വിളിച്ചു, മോനെ എന്നാവാ, മതിയായി, കോഴ്സ് വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ചിരിച്ചു. ഉമ്മ പറഞ്ഞു എന്താണ് ഇവിടെ കോമഡിയാണോ? ഞാൻ എവിടെ അറിയോ? എവിടെ? കേരള അല്ലേ? കേരള മീൻസ് സേഫാണ്. ഞാൻ ഇവിടെ തന്നെ സേഫാണ്. നീ സേഫ് അല്ലേ? എടാ ഏത് ക്വസ്റ്റ്യൻ ആണ് ഇത്? ഞാൻ സേഫാണ്. യു ജസ്റ്റ് ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ്. Why I said that? Because I have seen the Keralite. Maybe you have different experience. I don't know about that, but I have been here since last 4 years. I am not a tourist. Tourists will be treated like Gucci, lulu, love, that. Everywhere in the world, tourists will be treated best. But I am here since last 4 years. That's what had made the change, and that's what I am saying about it continuously. And I will say till the sun rises that Kerala, ningalellarkum ente hridayathilan. I love you guys. നമ്മുടെ സൗഭാഗ്യങ്ങളും നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വിലയും നമുക്കറിയണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജീവിക്കണം. തങ്ങളുടെ മതവിശ്വാസം അനുവദിക്കാത്ത മന്ത്രങ്ങൾ അടിച്ചു പറയിപ്പിക്കുന്ന ഒരു തെരുവുനായയുടെ വില പോലും മനുഷ്യർക്ക് ലഭിക്കാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. എന്നിട്ടാണ് അവർ കേരളത്തിൽ നിർബന്ധിച്ച് ബീഫ് തിന്നിക്കുന്നത് പോലെയുള്ള ഓരോന്നുൾപ്പെടുത്തി നമ്മളെ മോശക്കാരാക്കി കാണിക്കാൻ ശ്രമിക്കുന്നത്. Two videos you saw. One is from Himachal Pradesh and another one is from Haryana. Same incident. A Kashmiri shawl seller was there. He was been caught. He was been beaten just to chant Jai Shri Ram, Vande Mataram. Why would you do that? Because our religion does not allow us to say these things, because it's against our principles. Because of that, you want to force us to chant it? You want to show the world that our religion is superior to any other? We are superior to any other? This is the radicalized ideology. You should come out of it and let everybody live in peace. എന്തായാലും ഇവിടേക്ക് വന്ന അന്യസംസ്ഥാനക്കാരും ഇനി തിരിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. കാരണം അവർക്കിവിടം സ്വർഗമാണ്. അതെ, കേരളം ഇസ് ദ ബെസ്റ്റ്. അഭിമാനമാണ് നമ്മുടെ കേരളം.
ഹലോ ഗൈസ്, ഞാൻ പൊന്നാട്ടിലെ ഹോസ്പിറ്റലിൽ വന്നി ഗൈസ്. ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാൻ ഈ സീറ്റ് എടുക്കുമ്പോൾ ഞാൻ 10 രൂപ കൊടുക്കുന്നുണ്ട്. പക്ഷെ 10 രൂപ എടുത്തില്ല. പിന്നെ ഒന്നും പൈസ വേണ്ട പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ പറയണ്ടേ, കേരള ഹിസ്റ്ററി ഉണ്ടാക്കിയിട്ട് കേരളക്ക് മോശ പറയണ്ടേ, അത് മോശ പറയണ്ടേ. കേരളത്തെ ഒരു പ്രാവശ്യം ബാ, പിന്നെ നിങ്ങളുടെ മനസ്സിലാവും. एक बार आ जाओ केरला में. केरला कितना अच्छा, केरला का हॉस्पिटल कितना अच्छा, केरला का जगह कितना अच्छा, केरला हिंदू मुस्लिम पूरा भाई भाई रहता है, कोई लफड़ा नहीं, कोई झगड़ा नहीं है. കേരള സിനിമ ഉണ്ടാക്കിയിട്ട് കേരളക്ക് മോശ പറയണ്ടേ, അങ്ങനെ പറയണ്ട കേട്ടോ. എങ്ങനെയുണ്ട് ഹോസ്പിറ്റൽ ജോയിരിയ? നല്ല രസം, നല്ല ഇഷ്ടമുണ്ട്, നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയുണ്ട് അല്ലേ? ഇവിടെ ഹോസ്പിറ്റൽ മാത്രമല്ല, ഇവിടെ സ്കൂൾ എല്ലാം നല്ലത്, ശിക്ഷ നല്ലത്, എല്ലാം നിങ്ങൾ എന്ത് വേണം നിങ്ങൾ എല്ലാം കിട്ടും ഇവിടെ തന്നെ. അടിപൊളി സർക്കാർ, അടിപൊളി ആൾക്കാർ, എല്ലാം നല്ലത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് തൊഴിൽ തേടി വന്ന് മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുത്ത 10,000-കണക്കിന് ആളുകളുണ്ട്. അതിൽ തന്നെ 100-കണക്കിന് ആളുകൾ ഇവിടെ കുടുംബമായി സ്ഥിരതാമസവുമായി. അത്തരം ആളുകളുടെ പ്രതിനിധിയാണ് മുബാറക്. സോഷ്യൽ മീഡിയയിൽ മലയാളത്തിൽ സംസാരിച്ച് വ്ളോഗ് ചെയ്യുന്ന ഇയാൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോ ആണിത്. കേരളത്തെ സർക്കാർ അടിപൊളി സർക്കാർ, അതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ലേ കേരളത്തിൽ. ഓരോ പ്രാവശ്യം നിങ്ങൾ വന്നാലേ, ഏക് ബാർ തും ലോഗ് കേരളത്തിൽ വന്നാലേ നിങ്ങൾ മനസ്സിലാവും കേരള എത്ര നല്ലതാ. പിന്നെ നിങ്ങൾ ഇവിടെ തന്നെ വീടുണ്ടാക്കും കേരളത്തെ, പിന്നെ പോവില്ല വേറെ സ്ഥലത്തെ. മോശ പറഞ്ഞിട്ട് മോശം ആവില്ല കേട്ടോ, ഇത് ഓർമ്മയാക്കണം. എല്ലാ ഇന്ത്യ ആൾക്കാരെ അറിയും കേരള അടിപൊളി ഒരു സംസ്ഥാനം കേട്ടോ. നമ്മുടെ സൗഭാഗ്യങ്ങളും നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വിലയും നമുക്കറിയണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജീവിക്കണം. തങ്ങളുടെ മതവിശ്വാസം അനുവദിക്കാത്ത മന്ത്രങ്ങൾ അടിച്ചു പറയിപ്പിക്കുന്ന ഒരു തെരുവുനായയുടെ വില പോലും മനുഷ്യർക്ക് ലഭിക്കാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. എന്നിട്ടാണ് അവർ കേരളത്തിൽ നിർബന്ധിച്ച് ബീഫ് തിന്നിക്കുന്നത് പോലെയുള്ള ഓരോന്നുൾപ്പെടുത്തി നമ്മളെ മോശക്കാരാക്കി കാണിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഇവിടേക്ക് വന്ന അന്യസംസ്ഥാനക്കാരാരും ഇനി തിരിച്ചുപോകുമെന്ന് തോന്നുന്നില്ല. കാരണം അവർക്കിവിടം സ്വർഗമാണ്. അതെ, കേരളം ഇസ് ദ ബെസ്റ്റ്. അഭിമാനമാണ് നമ്മുടെ കേരളം. Why I said the Kerala is best, there are two main reasons. The education and the humanity. They are humans. The Keralites, the Malayalis have came above these terms. They are celebrating everybody's festival. They are celebrating Christmas, Onam, Puram, Eid, Mawlid. Everybody is living in the peace. And I have given a new name to Kerala. The liver of India. Why? Because it detoxifies your ideology, your way of thinking, your way of perception, every perspective, everything. It detoxifies it. It brings a new way of life in you. And the Kerala has set an example for the whole nation that how to live in peace, how to maintain the harmony in the society. That's what they have done. What I am saying right now is, it's not even the 1% I have seen in Kerala. And this is the message to the world from the liver of India.